ഷിരൂരിലെ ഒരൊറ്റ സംഭവം, വയനാട്ടിലുണ്ടായ ഒരു ദുരന്തം, ഈ രണ്ട് സംഭവങ്ങൾ കൊണ്ട് ചാനൽ ചരിത്രത്തിലെ റേറ്റിങ്ങുകൾ തന്നെ അവർ മാറ്റിമറിച്ചു. അവരത് ആഘോഷിക്കുകയായിരുന്നു. ആ ആഘോഷിച്ച മാധ്യമവർഗത്തിൻ്റെ മുന്നിലാണ് വന്നിരുന്നുകൊണ്ട് പറയുന്നു യൂട്യൂബ് ചാനലിൻ്റെ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് മനാഫും ഈശ്വർ മാൽപ്പയും ഇത് ചെയ്തത് എന്ന് പറയുന്നത് വിരോധാഭാസമാണ്. ഇവിടെ മനാഫിനെയോ ഈശ്വർ മാൽപ്പയോ അല്ലായിരുന്നു കുടുംബങ്ങൾ തള്ളി പറയേണ്ടത്. ഇന്നലെ നിങ്ങൾ വിളിച്ചു വരുത്തി അർജുൻ്റെ ചിതയടങ്ങി ചൂടുകെടാത്ത ആ ചിതയ്ക്കരികിലിരുന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ നിങ്ങൾ തള്ളി പറയേണ്ടിയിരുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളെയായിരുന്നു. ഈശ്വർ മാൽപ്പയെ പോലും യൂട്യൂബ് ചാനലിലൂടെ പ്രശസ്തിക്ക് വേണ്ടിയാണ് ഈ വിഷയത്തിലേക്ക് ചെന്നത് എന്ന് പറയുമ്പോൾ ആ കുടുംബം എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ശിരൂരിലെ ഗംഗാവലിപ്പുഴയോരത്ത് മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കാണാതായത് മുതൽ മാധ്യമങ്ങൾ ആഘോഷിച്ച, അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധയിലൂടെ മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു പേരാണ് മനാഫ്. ഇപ്പോൾ അർജുൻ്റെ കുടുംബം, അർജുൻ്റെ സംസ്കാരം നടന്ന 4 ദിവസങ്ങൾക്കപ്പുറം വീട്ടുമുറ്റത്ത് ഒരു വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അയാൾ മുതലെടുപ്പ് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ആ വിഷയത്തിലെ കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. നമ്മോടൊപ്പം ചേരുന്നത് രോഹിതാണ്. ചേട്ടാ, അപ്പോൾ ഒരു ദിവസം കൊണ്ട് രക്ഷകൻ വില്ലനാകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ആർക്ക്? അർജുൻ്റെ കുടുംബത്തിൽ. അർജുൻ്റെ കുടുംബം മനാഫിനെ മാത്രമായിരുന്നു തള്ളി പറഞ്ഞതെങ്കിൽ ഒരുപക്ഷെ മലയാളികൾ അത് 100% 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടായിരുന്നു. കാരണം മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ മതം തിരഞ്ഞു പോയ മലയാളികളാണ്. സ്വാഭാവികമായും മനാഫ് ഇസ്ലാം മത വിശ്വാസിയും ഇസ്ലാം നാമധാരിയുമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ബെൽറ്റെങ്കിലും മനാഫിനെ തള്ളി പറഞ്ഞുകൊണ്ട് അർജുൻ്റെ കുടുംബത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ മനാഫിനെ മാത്രമല്ല അവിടെ കുറ്റം പറയുന്നത്. ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന നേവി പോലും മടിച്ചു നിന്ന സ്ഥലത്ത് കുത്തൊഴുക്കി ആർത്തിലമ്പുന്ന ഗംഗാവാലിപ്പുഴയുടെ ഉള്ളറകളിലേക്ക് ഓളങ്ങൾ തള്ളി മാറ്റിക്കൊണ്ട് കുത്തൊഴുക്കിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഊളിയിട്ട് പോയ മനുഷ്യൻ്റെ പേരാണ് ഈശ്വർ മാൽപ്പെ. ഈശ്വർ മാൽപ്പെ പണത്തിന് വേണ്ടിയിട്ടായിരുന്നു, പ്രശസ്തിക്ക് വേണ്ടിയിട്ടായിരുന്നു ആണോ? അയാൾക്ക് അതുകൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം ഭാഷ പോലും മര്യാദക്ക് അറിയാത്തൊരു നാട്ടിൽ പ്രശസ്തനാകുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ഒരു കാര്യവുമില്ല. അപ്പോൾ സ്വാഭാവികമായി ഈശ്വർ മാൽപ്പെ പോലും യൂട്യൂബ് ചാനലിലൂടെ പ്രശസ്തിക്ക് വേണ്ടിയാണ് ഈ വിഷയത്തിലേക്ക് ചെന്നത് എന്ന് പറയുമ്പോൾ ആ കുടുംബം എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാരണവശാലും കുടുംബത്തെ കുറ്റം പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത്, അവർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത്. നമ്മൾ ഈ വെറുതെ പത്രമാധ്യമങ്ങളിലൊക്കെ എഴുതി പഠിപ്പിക്കുന്ന പോലെ കേരളത്തിൻ്റെ തീരാനഷ്ടം, കേരളത്തിൻ്റെ മകൻ എന്നൊക്കെ പറയുന്നത് പോലെയൊന്നുമല്ല. ആ കുടുംബത്തിൻ്റെ മകനാണ്, ആ കുടുംബത്തിൻ്റെ നഷ്ടം മാത്രമാണത്. ഒരുപക്ഷെ മനാഫുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും കൂടി അവരുടെ ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ ഒരു നഷ്ടമായിരിക്കും. മറ്റാൾക്കും അർജുൻ്റെ മരണം കൊണ്ട് ഒരു നഷ്ടം പറയാൻ പറ്റില്ല. ബാക്കിയെല്ലാം വൈകാരികമായി, മാധ്യമങ്ങൾ വൈകാരികമായി ഈ വാർത്ത കത്തിച്ചതിൻ്റെ പേരിൽ ഉള്ളിൽ തട്ടിയ വേദനകളാണ്. അവിടേക്ക് ഒഴുകി വന്ന ജനലക്ഷങ്ങളൊക്കെ ആ അർജുൻ എന്ന് പറയുന്നത്. നോക്കൂ, എവിടെയൊക്കെ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നു, എവിടെയൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, ആരൊക്കെ മരണപ്പെടുന്നു. വയനാട്ടിൽ എത്രയോ പേര് മരണപ്പെട്ടു. ആരെങ്കിലും ആ പേരുകൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആ മരണപ്പെട്ട ആരുടെയെങ്കിലും പേരുകൾ അഭിഷേകിന് 10 പേരുടെ പേര് പറയാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടാണ് അർജുൻ ഇത്രയും നെഞ്ചിൽ തീയായി മലയാളികൾക്കൊപ്പം നിൽക്കുന്നത്, ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്? അത് ഇവിടുത്തെ മാധ്യമങ്ങൾ കത്തിച്ചതുകൊണ്ടാണ്. ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നുകൊണ്ടാണ് ഈ ഏഷ്യാനെറ്റിൻ്റെയും റിപ്പോർട്ടറിൻ്റെയും 24-ൻ്റെയും മീഡിയ വണ്ണിൻ്റെയും മാതൃഭൂമിയുടെയും അടക്കമുള്ള മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ മാധ്യമങ്ങളുടെ മൈക്കുകളിലൂടെയാണ് ഈ വീട്ടുകാർ പറയുന്നത് ഈശ്വർ മാൽപ്പയും ഈ പറയപ്പെടുന്ന മനാഫും യൂട്യൂബ് ചാനൽ വളർത്തുന്നതിന് വേണ്ടി, യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ. സത്യത്തിൽ ഈ വാർത്ത അർജുനെ വിറ്റ് കാശാക്കിയതാരാണ്? ഇവിടുത്തെ മാധ്യമങ്ങളാണ്. അതിൻ്റെ പേരിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന് ഏഷ്യാനെറ്റിൻ്റെ റേറ്റിംഗിൽ ഇടിച്ചു കയറി മുകളിൽ വന്ന 24-നെയും റിപ്പോർട്ടറിനെയും നമ്മൾ കണ്ടതല്ലേ. ഈ ഷിരൂരിലെ ഒരൊറ്റ സംഭവം, വയനാട്ടിലുണ്ടായ ഒരു ദുരന്തം, ഈ രണ്ട് സംഭവങ്ങൾ കൊണ്ട് ചാനൽ ചരിത്രത്തിലെ റേറ്റിങ്ങുകൾ തന്നെ അവർ മാറ്റിമറിച്ചു. അവരത് ആഘോഷിക്കുകയായിരുന്നു. ആ ആഘോഷിച്ച മാധ്യമവർഗത്തിൻ്റെ മുന്നിലാണ് വന്നിരുന്നുകൊണ്ട് പറയുന്നു യൂട്യൂബ് ചാനലിൻ്റെ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് മനാഫും ഈശ്വർ മാൽപ്പയും ഇത് ചെയ്തത് എന്ന് പറയുന്നത് വിരോധാഭാസമാണ്. ആ വാർത്ത കൊടുക്കുന്നതേ വിരോധാഭാസമാണ്. ഇന്നലെ ചാനലുകളുടെ സോഷ്യൽ മീഡിയ ഹാൻഡുകളുടെ പോസ്റ്ററുകൾ അതായിരുന്നു. യൂട്യൂബ് ചാനൽ വരുമാനത്തിന് വേണ്ടി, റീച്ചിന് വേണ്ടി, പബ്ലിസിറ്റിക്ക് വേണ്ടി അർജുനെ വിറ്റു മനാഫും ഈ പറയപ്പെടുന്ന ഈശ്വർ മാൽപ്പയും എന്നത്. അത് സത്യത്തിൽ ഒരു വിരോധാഭാസമല്ലേ അഭിഷേക്? തീർച്ചയായും. ഒരു 10,000 ഫോളോവേഴ്സിനടുത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലാണ് മനാഫ് ലോറി ഉടമ എന്നാണ് അതിൻ്റെ പേര്. അർജുൻ്റെ ആ ദുരന്തമുണ്ടായി തൊട്ടടുത്ത ദിവസങ്ങളിൽ മാധ്യമ ശ്രദ്ധ എത്തുന്നതിന് മുൻപ് തന്നെ ആ ഒരു വിഷയത്തിൽ നടപടി സ്വീകരിക്കണം, ഒരു പൊതുശ്രദ്ധയിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമം എന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ആ ഒരു യൂട്യൂബ് ചാനലിനെ തള്ളിപ്പറയുന്നു. കാരണം ഇദ്ദേഹത്തിന് 7ഓളം ലോറികളുള്ള ഒരാളാണ്. 2 തടിമില്ലുകളുണ്ടെന്ന് പറയപ്പെടുന്നു. മലേഷ്യയിൽ ഹോട്ടലുണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരാൾക്ക് എന്തിനാണ് യൂട്യൂബ് വരുമാനം എന്നതൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അല്ല, മനാഫ് കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അർജുൻ്റെ പ്രശ്നങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനാണ്. അപ്പോൾ ആ
ഒന്ന് രണ്ട് കമൻറ്റുകൾ ഞാൻ കണ്ടു. 1-2 ചാനലുകളും അല്ലാതെയും മനാഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന പോസ്റ്റുകൾക്കിടയിൽ ഇത്രയും മാധ്യമ ശ്രദ്ധ കിട്ടിയ ഒരു വിഷയത്തിൽ എന്തിനാണ് മനാഫിൻ്റെ യൂട്യൂബിലൂടെ ഇത് പറയുന്നത്, മനാഫിൻ്റെ ഇരട്ടത്താപ്പല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അഭിഷേക് പറഞ്ഞതാണ് എൻ്റെ ശരി, നേരത്തെ പറഞ്ഞതാണ് എൻ്റെ ശരി. മാധ്യമ ശ്രദ്ധയൊക്കെ വരുന്നതിന് മുമ്പിട്ടാണ് മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചത്. ഈ പ്രശ്നം ആളുകളിലേക്ക് വരണം. നമ്മൾ കണ്ടതാണ് ആദ്യത്തെ 3-4 ദിവസങ്ങൾ ഇത് യാതൊരു ശ്രദ്ധയുമില്ലാതെ കിടന്നതും പിന്നീടാണ് 24-48 മണിക്കൂറുകൾക്ക് അപ്പുറമാണ് ഇത് മാധ്യമ ശ്രദ്ധയിലേക്ക്, ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഗതാഗതം. വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് ആരെങ്കിലും ആരും ഓർത്തില്ല. ഈ സമയത്ത് മനാഫ് അവിടെയുണ്ട്, ഈ ഗംഗാവാലി പുഴയോരത്ത് കാത്തിരിക്കുന്നുണ്ട്. ഇവരുടെ കുടുംബാംഗങ്ങൾ പോയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇവരുടെ കുടുംബാംഗങ്ങൾ അവിടെ എടുത്ത എഫേർട്ടിനേക്കാൾ, കുടുംബാംഗങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതിനേക്കാൾ വലിയ റോളാണ് മനാഫ് ചെയ്തത്. മനാഫ് ഇപ്പോഴും കുടുംബത്തെ തള്ളി പറയുന്നില്ല. ആ കുടുംബം എൻ്റെ കുടുംബമാണ്, ആ അമ്മ എൻ്റെയും കൂടി അമ്മയാണ്, അവരത് പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമില്ല. എൻ്റെ ലോറികൾക്ക് അർജുൻ എന്ന് പേരിടരുതെന്ന് പറയാൻ അവർക്ക് അവകാശമില്ല. അർജുൻ എന്ന പേര് ടാറ്റയെന്നോ ലെയ്ലാൻഡെന്നോ പറയുന്നത് പോലെ ആരും പേറ്റന്റ് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ അതിനൊരു ഉടമസ്ഥാവകാശമുള്ള പേരല്ല. അത് ഞാൻ എൻ്റെ വണ്ടികൾക്ക് ഇടും. മനാഫ് ഇപ്പോഴും പറയുന്നു, ആ വീട്ടുകാർക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഇടില്ല എന്നല്ല അദ്ദേഹം പറയുന്നത്. അർജുൻ എന്നെ വണ്ടികൾക്ക് പേരിടും. നോക്കൂ, അയാൾ വളർത്തിയെടുത്തൊരു സ്ഥാപനത്തിൻ്റെ പേരാണ് അവിടെ മാറ്റുന്നത്. അയാളുടെ ജീവിതത്തിൽ അയാളുടെ കഷ്ടപ്പാടുകളെ പറ്റി മനാഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് മനാഫ് ലോറി ഉടമയായതെന്നും മില്ലുടമയായതെന്നും അയാൾ ഒരുപാട് കഷ്ടപ്പെട്ട കഥ പറയുന്നുണ്ട്. ആ കഷ്ടപ്പെട്ട കഥകളിലൂടെ വളർത്തിയെടുത്ത പ്രസ്ഥാനത്തിൻ്റെ വാഹനങ്ങൾക്ക് ആ പ്രസ്ഥാനത്തിൻ്റെ പേര് മാറ്റി തൻ്റെ ഒരു ജീവനക്കാരൻ്റെ പേരിടുകയാണ്. എന്തിനാണ് മനാഫിൻ്റെ ഇതിൻ്റെ ആവശ്യം? മനാഫിന് അങ്ങനെ ഒരു പബ്ലിസിറ്റി ഇട്ട് മനാഫ് എന്താ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു? ഈ അർജുൻ്റെ കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, അർജുൻ്റെ മരണത്തിലൂടെ അദ്ദേഹം ഒരു മാധ്യമ ശ്രദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അർജുൻ എന്ന മനുഷ്യൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ മകൻ, 4 വയസ്സുള്ള മകനെ സ്വന്തം മകനെ പോലെ വളർത്തുമെന്ന് പറയുമ്പോൾ അർജുൻ്റെ കുടുംബത്തിന് യാതൊരു ഗതിയുമില്ലാതെ അവർ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന, അവരുടെ മക്കളെ പോറ്റാൻ പോലും കഷ്ടപ്പെടുന്ന ഒരു കുടുംബമായിട്ട് മനാഫ് തന്നെ പൊതുസമൂഹത്തിൽ അർജുൻ്റെ കുടുംബത്തെ ചിത്രീകരിക്കുന്നു എന്നടക്കമാണ് അവരുടെ ആരോപണങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വയനാട് ദുരന്തത്തിൽ കോടികൾ ആസ്തി ഉണ്ടായിരുന്ന ഇപ്പോഴും ആസ്തിയുള്ള പലർക്കും ദുരന്തമുണ്ടായി. സർക്കാർ എല്ലാവർക്കും ദുരിതാശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ 6 ലക്ഷം 8 ലക്ഷം അവർക്കും കിട്ടും. അപ്പോൾ അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സർക്കാർ ചെലവ് കഴിയുന്നു എന്ന് ആരെങ്കിലും വ്യാഖ്യാനിക്കാൻ പറ്റും? മനാഫിൻ്റെ ഒരു കർത്തവ്യം, തനിക്കൊപ്പം നിന്ന തൻ്റെ ഒരു ജീവനക്കാരൻ തൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ട ജോലി സമയത്ത് മരണപ്പെടുകയാണ്. ഒരു സ്ഥാപനം ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തമാണ് മനാഫോടൊക്കെ ചെയ്യുന്നത്. മനാഫ് അത് പറയുന്നത്, അവർക്ക് ആരുമില്ലാതാകില്ല, ഞാൻ അവരെ സംരക്ഷിക്കും എന്ന് പറയുന്നത്. ഇതേ കുടുംബം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ വീടിൻ്റെ അത്താണി അർജുൻ ആയിരുന്നു. 31 വയസ്സുകാരനായ അർജുനാണ് ഞങ്ങളുടെ സാമ്പത്തികമായി ഞങ്ങളെ കൈപിടിച്ചുയർത്തിയത്, സഹോദരങ്ങളെ പഠിപ്പിച്ചത്. 75,000 രൂപയോളം ശമ്പളം ഈ പറയപ്പെടുന്ന അർജുൻ വാങ്ങുമായിരുന്നു. 75,000 രൂപയോളം ശമ്പളം ഒരു ലോറി ഡ്രൈവർക്ക് കിട്ടും. ഇത് കേരളത്തിൽ ഓടുന്ന ഒരു ലോറി അല്ലല്ലോ, ഇത് ഇൻഡർസ്റ്റേറ്റ് ഓടുന്ന ലോറിയാണ്. ഇത് തടിയെടുക്കുന്നതിൻ്റെ കമ്മീഷനും കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ടാണ്. അവരുടെ ഈ ലോറി ഡ്രൈവർമാരുടെ ബാറ്റയും ശമ്പളവും ഒക്കെ വളരെ കൂടുതലാണ്. ഇന്നലെ തള്ളി പറഞ്ഞ അതുകൂടിയാണ്, 75,000 രൂപ കിട്ടിയിട്ട് ഒരു ദൂരത്തോടെ ജീവിച്ചൊരു കുടുംബം എന്നടക്കം ദൂരത്തോടെ ജീവിച്ചു എന്നല്ല പറഞ്ഞു. ഇപ്പം നോക്കൂ, സാമൂഹിക മാധ്യമങ്ങളിൽ വന്നു, ഞാൻ പറയുന്നതല്ല. 75,000 രൂപ കൊണ്ട് ഈ വന്ന കാലത്ത് എന്തെങ്കിലും ആകുമോ? 4-5 പേരുള്ള പ്രാരാബ്ദങ്ങളുള്ള ലോൺ അടയ്ക്കാനുള്ള ഒരാൾക്ക് 75,000 രൂപ എന്ന് പറയുന്നത് തുച്ഛമായ വരുമാനമാണ്. ഞാൻ പറയുന്നു, ഇപ്പം നോക്കൂ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു മാസം എൻ്റെ ലോണുകളും എൻ്റെ വണ്ടിയുടെ ലോണുകളും എൻ്റെ സ്വന്തം ചിലവുകളും പെട്രോൾ കാശ്, ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം കൂടി ചേർത്ത് എനിക്കൊരു 75,000 രൂപ 80,000 രൂപയോളം എനിക്ക് ആവശ്യമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് അത്രയും പൈസ മാത്രം കിട്ടി എനിക്ക് അതിനകത്ത് സേവിങ്സ് ഉണ്ടാവില്ല. അത് മുഴുവൻ ചിലവിലേക്ക് പോകും. അതിൽ കൂടുതൽ വരുമാനം മാത്രം വന്നാലാണ് എനിക്കൊരു സേവിങ്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് മാറ്റിവെക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായും അർജുൻ്റെ കുടുംബത്തെക്കുറിച്ചെടുക്കും. അർജുൻ്റെ ഒരു മാന്യമായൊരു വീട് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അതിൽ ലോൺ ഉണ്ടാകാം. സഹോദരി വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ടുണ്ട്. മറ്റു ചിലവുകളുണ്ടാകാം. ലോണുകളും കാര്യങ്ങളും ഒക്കെ അടഞ്ഞു വരുമ്പോൾ, പിന്നെ അയാളുടെ ചിലവുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരുപക്ഷെ അത്രയും ഒക്കെ ആകാം. ഈ 75,000 എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻകം ഒന്നും അല്ലല്ലോ. ചിലപ്പോൾ മനാഫ് പറഞ്ഞത് 75,000 രൂപ വരെ വാങ്ങിയ മാസങ്ങളുണ്ടാകാം. അത് തടിയെടുക്കുന്നതിൻ്റെ കമ്മീഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ടായിരിക്കാം. ഇവരുടെ ബാറ്റയും ശമ്പളവും ഒക്കെ വളരെ കൂടുതൽ, രാവും പകലും ഇല്ലാത്ത പണിയാണ് ഈ 31 വയസ്സുകാരൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് മനാഫ് ഒരിക്കൽ പോലും ഒരു ഘട്ടത്തിൽ പോലും തൻ്റെ ലോറി പോയതിനെപ്പറ്റി മനാഫ് മിണ്ടിയിട്ടില്ല. ആ ലോറി നശിച്ചു പോയതിനെപ്പറ്റി മനാഫ് മിണ്ടിയിട്ടില്ല. ആ ലോറി ഉയർത്തുന്നതിനെപ്പറ്റി മനാഫ് മിണ്ടിയിട്ടില്ല. എനിക്ക് അർജുനെ വേണം, അർജുനെ കിട്ടണം എന്നാണ് മനാഫ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ലോറിയുടെ ചേസും അതിൻ്റെ ബോഡിയും മറ്റ് യന്ത്രഭാഗങ്ങളും, എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും കിട്ടിയാൽ മാത്രമാണ് മനാഫിന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ആ വണ്ടിക്ക് മുഴുവൻ ഇൻഷുറൻസ് ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും മനാഫിന് അറിയാം ആ തുക ഇൻഷുറൻസ് കമ്പനിയിൽ കിട്ടും. അർജുനെ കിട്ടുന്നതിനോടൊപ്പം ലോറിയും കിട്ടും, കിട്ടാതിരിക്കില്ല. ഇനി കിട്ടിയില്ലെങ്കിലും അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ വഴി അവർ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഈ 72 ദിവസം മാധ്യമ ശ്രദ്ധ വരുമെന്ന് അറിഞ്ഞിട്ടാണോ മനാഫ് മാനാഞ്ചിറയിൽ നിന്ന് കോഴിക്കോട് നിന്ന് വണ്ടിയിൽ ആളെ കയറ്റി അവിടെ ചെന്നത്? ആണോ? അല്ല. അതിനൊക്കെ ശേഷമാണ് ഇത് കത്തുന്നത്. ഈ വിഷയം മാധ്യമങ്ങൾ കത്തിക്കുന്നത്. ഇതിൽ ഒരു വൈകാരികതയുണ്ട്, കണ്ണീർ കഥയാണ്, കണ്ണീർ വിറ്റ് കാശാക്കാൻ പറ്റുമെന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കി
കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന അവിടെയാണ്. ഇവിടെ ഈ ആളുകളെ പറ്റിച്ചതാരാണ്? ഈ കുടുംബത്തെ പറ്റിച്ചതാണ്. ഇത് കഴിഞ്ഞ് 10ാമത്തെയോ 12ാമത്തെയോ ദിവസം ഈ പറയപ്പെടുന്ന അർജുൻ്റെ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല, ഞങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന്, ഞങ്ങൾക്ക് അവൻ്റെ എന്താണോ ഉള്ളത്, എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ മതി, ഞങ്ങൾ ആ സത്യത്തെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ അർജുൻ്റെ കുടുംബത്തെ നമുക്കറിയാം. അത് അർജുൻ്റെ കുടുംബത്തെ കുറ്റം പറയല്ല. സ്വാഭാവികമായും 10-12 ദിവസം മണ്ണിനടിയിലോ വെള്ളത്തിനടിയിലോ പോയ ഒരാൾ മരണപ്പെട്ടിരിക്കുമെന്ന് ചിന്തിക്കാൻ സാമാന്യ ബോധം മതി. ആ ബോധം ഇല്ലാതാക്കിയത്, മലയാളിയെ ഇല്ലാതാക്കിയത് ആരാണ്? ഇവിടുത്തെ മാധ്യമങ്ങളാണ്. ന്യൂസ് 18ൻ്റെ ഒരു ടൈറ്റിലുണ്ട്, അർജുൻ ജീവനോടെ തിരികെ, അങ്ങനെ എന്തോ ആയിരുന്നു. അതിനുശേഷം ഫെയ്ഡ് ചെയ്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇപ്പുറത്ത്. നീ എന്താ അത് ഫെയ്ഡ് ചെയ്ത് കൊടുത്തേ? നീ എന്താ അത് ഫുൾ കളറിൽ കൊടുക്കാഞ്ഞേ? മറ്റേ ഫോണിൻ്റെ അതേ കളറിൽ ഇത് കൊടുക്കാഞ്ഞതെന്താ? കൊടുക്കില്ല. 24ഉം ഈ പറയപ്പെടുന്ന റിപ്പോർട്ടറും ഏഷ്യാനെറ്റും മാതൃഭൂമി ഈ മീഡിയ വണ്ണം മത്സരിച്ചില്ലേ? അവരുടെ ചാനലിൽ ഏറ്റവും തലപ്പത്തിരിക്കുന്നവരെ അവിടെ ഇറക്കിയില്ലേ? എന്നിട്ട് എന്താ ഉണ്ടായേ? അവിടുത്തെ കർണാടക പോലീസിനെ കർണാടകക്കാരെ കേരളത്തിനെതിരെയാക്കി. അവസാനം മറ്റൊരു മാധ്യമത്തോട് നീ ഇന്ന മാധ്യമമാണോ എന്ന് ചോദിക്കുന്നു. അല്ലല്ല, അവരല്ല ഞങ്ങൾ ഇവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ മാധ്യമങ്ങൾ പോയി. ഇവിടെ മനാഫിനെയോ ഈശ്വർ മാൽപ്പയോ അല്ലായിരുന്നു കുടുംബങ്ങൾ തള്ളി പറയേണ്ടത്. ഇന്നലെ നിങ്ങൾ വിളിച്ചു വരുത്തി അർജുൻ്റെ ചിതയടങ്ങി ചൂടുകെടാത്ത ആ ചിതയ്ക്കരികിലിരുന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ നിങ്ങൾ തള്ളി പറയേണ്ടിയിരുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളെയായിരുന്നു. അർജുൻ മരണപ്പെട്ടു, അതൊരു വലിയ സത്യമാണ്. നഷ്ടമാർക്കാ? ആ കുടുംബത്തിനും മനാഫിനും മാത്രമാണ്. മനാഫിൻ്റെ എത്ര ലക്ഷം രൂപയുടെ തടി, ലോറിയുടെ പണം ഒരു പക്ഷേ ഇൻഷുറൻസ് ആയി തിരികെ കിട്ടിയേക്കാം. തടിയുടെ പൈസ കിട്ടുമോ? കിട്ടില്ല. മനാഫി 72 ദിവസം മനാഫി സംവിധാനങ്ങളിലൊക്കെ അവിടെ നിൽക്കണമെങ്കിൽ മനാഫിന് എത്രയോ ലക്ഷം രൂപ ചിലവായിട്ടുണ്ടാവും. അത് തിരികെ കിട്ടുമോ? ഈശ്വർ മാൽപ്പെ സ്വന്തം ജീവൻ പണയം വെച്ച് ഈ വെള്ളത്തിലേക്ക് ചാടുമ്പോൾ അയാളുടെ കയറ് വിട്ടുപോയ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. മനാഫ് ഇന്നലെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് പത്രസമ്മേളനത്തിൽ. ഇത്രയും കാലം നമ്മൾ പറഞ്ഞിരുന്ന ടാങ്കർ ലോറിയുടെ ഒരു ഭാഗവും അർജുൻ്റെ ലോറിയും മാത്രമാണ് വെള്ളത്തിനടിയിലെന്നാണ്. സത്യത്തിൽ അതല്ല. ഈശ്വർ മാൽപ്പെ ഓരോ വെട്ടം മുങ്ങിയിട്ട് പൊങ്ങുമ്പോഴും ഓരോ വണ്ടിയുടെയും ഭാഗങ്ങളായിട്ടാണ് തിരികെ കയറി വന്നിരുന്നത്. മലയാളി അല്ലാത്ത ഈശ്വർ മാൽപ്പയ്ക്ക് അവൻ്റെ നാട്ടിൽ വന്നൊരു അന്യ സംസ്ഥാനത്തെ കേവലം ഒരു ലോറി ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ കുത്തൊഴുകുന്നപ്പോൾ അവിടെ വന്ന് ഷോ കാണിച്ചിട്ട് പോയതല്ല. ഈ വിഷയത്തിൽ ഇടപെട്ടവർക്ക് എല്ലാവർക്കും ഇതുപോലെ തിരിച്ചടി ലഭിച്ചിട്ടുണ്ടില്ലേ? തിരുവനന്തപുരത്തുള്ള രഞ്ജിത്ത് ഇസ്രയേൽ നാടിൻ്റെ വിവിധ ദൗത്യങ്ങളിൽ പോയി പങ്കെടുത്തവരാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖരെന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ ന്യൂസ് അവർ ചർച്ചയിൽ അയാളെ പുകഴ്ത്തിയതിന് മാപ്പ് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. രഞ്ജിത്ത് ഇസ്രയേലിന് എന്താവശ്യമായിരുന്നു അവിടെ പോയി കഷ്ടപ്പെടേണ്ടത്? അത്തരത്തിൽ എത്രയോ പേർ രഞ്ജിത്ത് ഇസ്രയേലിനെ പോലെ, മാൽബയെ പോലെ, ഈ മനാഫിനെ പോലെ പേരറിയാത്ത എത്രയോ പേർ അങ്ങോട്ടേക്ക് ഒഴുകി. കോഴിക്കോട് നിന്ന് വാഹനങ്ങൾ ഓടിയില്ലേ? അവർ പറഞ്ഞു ഞങ്ങളെ അങ്ങോട്ട് കയറ്റി വിട്ടില്ലെങ്കിൽ ഞങ്ങൾ അവിടെ അവർക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അപ്പുറത്ത് കാത്തിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ആ പേര് തന്നെയാണ് ഒരു പ്രശ്നമായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. അർജുൻ്റെ കുടുംബത്തെ, മനാഫ് എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരി അർജുൻ്റെ കുടുംബത്തെ ഒരു തരത്തിലും സഹായിക്കാൻ പാടില്ലായിരുന്നു. അതാണ് ഇപ്പോഴുള്ള എനിക്ക് മനസ്സിലാകുന്നില്ല. അർജുൻ്റെ കുടുംബത്തിന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ മകൻ മരിച്ച വേദനയിൽ ആരെങ്കിലുമൊക്കെ അവരെ തെറ്റിദ്ധരിപ്പിച്ചതാകാം. അങ്ങനെ വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും അതിനെല്ലാം അപ്പുറം ഒരു സൈബർ ആക്രമണമാണ് ഇപ്പോൾ. കേരള സ്പീക്സിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ മനാഫുമായിട്ടുള്ള അഭിമുഖം നിങ്ങൾ പബ്ലിഷ് ചെയ്തു. മനാഫിനെ കണ്ടത് അഭിഷേകാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് മനാഫിനെ കണ്ട് സംസാരിച്ചപ്പോൾ അഭിഷേകിന് തോന്നിയത്? അദ്ദേഹം ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു വാക്ക് കൊടുത്തിട്ടാണ് ഷിരൂരിലെ ഗംഗാവലി പുഴയോരത്തേക്ക് പോയത്, അർജുനെയും കൊണ്ടേ ഞാൻ വരൂ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരു നിലത്ത് വിരിക്കാനൊരു പായ പോലും ഇല്ലാതെ ഏതോ കടത്തിണ്ണയിൽ ഉറങ്ങിയ മനാഫിനെ അറിയാം. അവിടെ ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത്, പിന്നീട് ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് അവിടെ കേരളത്തിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തകരെ അടക്കം അവിടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയത് മനാഫാണ്. പ്രത്യേകിച്ച് ഈ ഷിരൂർ എന്ന് പറയുന്നത് അത്ര വലിയൊരു പട്ടണമൊന്നുമല്ല. അപ്പോൾ അവിടെയുള്ള പരിമിതമായ സൗകര്യങ്ങളിൽ കേരളത്തിലെ രക്ഷാപ്രവർത്തകരെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്താണ് അദ്ദേഹം സംരക്ഷിച്ചത്. അതോടൊപ്പം തന്നെ ആ ഒരു സമയത്ത് കോഴിക്കോട് വെളിപറമ്പിലുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക് ഈ അർജുൻ്റെ ഒരു മാധ്യമ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി കയറി ചെന്നൊരു മനാഫിനെ കുറിച്ച് ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തും അദ്ദേഹം വ്യക്തിപരമായി ഒരു നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴൊക്കെ കണ്ണ് നിറഞ്ഞുകൊണ്ട് വളരെ വികാരാധീനായി ക്യാമറയ്ക്ക് പുറത്ത് ഓഫ് സ്ക്രീനിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രകടനം കാഴ്ചവെക്കേണ്ട കാര്യമില്ല. എന്നെ ബോധിപ്പിച്ചിട്ട് അയാൾക്ക് എന്ത് കിട്ടാനാണ്? അപ്പോൾ അത്രയ്ക്ക് തെറ്റൊന്നും അയാൾ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നത് അയാളുടെ മതമായിരിക്കാം. കാരണം ഒരുപാട് സംഘപരിവാർ മാധ്യമങ്ങളിൽ മനാഫ് ഇന്നലെ മുതലല്ല, അർജുൻ്റെ ആ ഒരു രക്ഷാപ്രവർത്തന വേളയിൽ ചെറിയ ചെറിയ പിഴവുകൾ, ആളൊരു സാധാരണക്കാരനായ മനുഷ്യനാണ്. അപ്പോൾ ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുത്ത് വലിയ പരിചയമുള്ള ആളൊന്നുമല്ല. അപ്പോൾ ആ ഒരു ചർച്ചകളിൽ വന്ന നാക്കുപിഴകൾ പോലും ചെറിയ ചെറിയ കട്ടുകളാക്കി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. അയാളുടെ ഉദ്ദേശം ഇതാണ്, വാഹനത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ FIR അവസാനിപ്പിച്ചാൽ ഇന്ന ഒരു
നേട്ടം അയാൾക്ക് ജില്ലാ ഭരണകൂടം വാഗ്ദാനം ചെയ്തതടക്കം വളരെ വലിയ രീതിയിലൊരു ഒരു സൈബർ പരാക്രമം അദ്ദേഹത്തിൻ്റെ നേർക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ എന്ന രീതിയിൽ തന്നെ ഒരു വേർതിരിവുണ്ടായി. അർജുൻ എന്ന ഹിന്ദുവിനെ സഹായിക്കാൻ വന്ന മനാഫ് ഒരു ജിഹാദിയായി, ഒരു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒന്നുമല്ലാതായി. ഇതിനകത്ത് എന്താണ് പറയാനുള്ളത്? ഇതിനകത്ത് നമുക്കൊന്നും പറയാനില്ല. കാലമേ സാക്ഷി, ചരിത്രമേ സാക്ഷി. കാലം കാണുന്നുണ്ടെന്നല്ല, കാലം തീരുമാനിക്കട്ടെ ആരായിരുന്നു ശരിയെന്ന്. മനാഫോ, അർജുൻ്റെ കുടുംബമോ, അതോ ഈശ്വർ മാൽപ്പയോ, രഞ്ജിത്ത് ഇസ്രയേലോ, ഇതെല്ലാം ആളുകൾ കാണുകയാണ്. ദൈവമെന്നൊരു വിശ്വാസം, ശക്തി എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കാലം തെളിയിക്കും ആരായിരുന്നു ശരിയെന്നുള്ളത്. എന്തായാലും അർജുൻ്റെ ചീതയൊടുങ്ങി 4-ാം ദിവസം മാധ്യമങ്ങളെ കണ്ട അർജുൻ്റെ കുടുംബം മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ മനാഫിനെതിരെയും ഈശ്വർ മാൽപ്പെ എന്ന കർണാടക സ്വദേശിയായ ഒരു മുങ്ങൽ വിദഗ്ധനെതിരെയുമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന വാദപ്രതിവാദങ്ങളെന്ന് കണ്ടു തന്നെ അറിയാം.